കാസർഗോഡ് നായ്മാർമുല തൻബിയുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനം. +2 ഹ്യൂമാനിറ്റീസിലെ വിദ്യാർത്ഥികൾ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഹോളി ആഘോഷിക്കുകയും വിടവാങ്ങൽ ദിവസമായതിനാൽ ചില തമാശകൾ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് വെച്ച് നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പുറത്തുനിന്ന് സ്കൂൾ അധികൃതരുടെ ഒത്താശയോടുകൂടി എത്തിയ നാട്ടിലെ ചില യുവാക്കൾ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഞാൻ നിലത്ത് വീണ്. അപ്പോൾ എന്നെ വലിച്ചുകൊണ്ട് വന്ന് എന്നിട്ട് ഓഫീസ് റൂമിലിട്ടത് തല്ലി. +2 ഹ്യൂമാനിറ്റീസിലെ വിദ്യാർത്ഥിയായ സുഫൈലിനെ കോമ്പൗണ്ടിന് അകത്ത് ഹോളി ആഘോഷിച്ചു എന്ന ആരോപണമുയർത്തി പടക്കം പൊട്ടിച്ചു എന്ന് പറഞ്ഞ് മുഖത്തേക്കും വയറിലേക്കും ഇടിച്ചതിനു ശേഷം സ്റ്റാഫ് റൂമിലേക്ക് വലിച്ചുകൊണ്ടു പോവുകയായിരുന്നു. ഇതിന്റെ അടയാളങ്ങൾ സുഫൈലിന്റെ ദേഹത്ത് കാണാനും സാധിക്കും. +2 ഹ്യൂമാനിറ്റീസിലെ മറ്റൊരു വിദ്യാർത്ഥിയായ നൗമാനെയും ഇവർ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനമേറ്റ വിദ്യാർത്ഥികളിൽ അംഗവൈകല്യമുള്ള വിദ്യാർത്ഥിയും ഉണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥിയെ പോലീസിന് പരാതി കൊടുക്കുന്നതിൽ നിന്നും ചിലരുടെ ഇടപെടൽ തടസ്സപ്പെടുത്തി. എന്നാൽ മറ്റു 2 വിദ്യാർത്ഥികൾ പരാതി കൊടുക്കാൻ മുന്നോട്ട് വന്നതുകൊണ്ടാണ് വിഷയം ഗൗരവമായ തലത്തിലേക്ക് കടന്നുപോയത്. കുട്ടികളുടെ ആഘോഷങ്ങൾക്കിടയിലേക്ക് കടന്നുവന്ന് ക്രൂരമായി മർദ്ദിച്ച യുവാക്കൾക്കു നേരെ പോലീസ് നടപടിയെടുത്തിട്ടുണ്ട്. ഞാൻ എക്സാം കഴിഞ്ഞ് താഴേക്ക് വരുമായിരുന്നു സ്കൂളിൽ നിന്ന്. അപ്പോൾ കുറേ കുട്ടികൾ ഹോളി ആഘോഷിക്കുന്നുണ്ടായിരുന്നു പൊടിയൊക്കെ എറിഞ്ഞിട്ട്. അവിടുന്ന് ഞാൻ പുറത്ത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു നാട്ടുകാരും കമ്മിറ്റിക്കാരൊക്കെ വന്നിട്ട് കിട്ടുന്നവരൊക്കെ പിടിച്ചിട്ട് കൊണ്ടുപോയി. അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ നിലത്ത് വീണ്. അപ്പോൾ എന്നെ വലിച്ചുകൊണ്ട് വന്ന് എന്നിട്ട് ഓഫീസ് റൂമിലിട്ടത് തല്ലിയത് 4-5 പേരുണ്ടായിരുന്നു. എനിക്ക് 4 പേരുടെ പേര് അറിയാം. അമീന്, ഈ നൗഫല്, പിന്നെ നൂറുദ്ദീന്. മർദ്ദിച്ചെങ്ങനെ അല്ലെങ്കിൽ കയ്യിൽ തന്നെ തച്ചത് എന്താക്കിയതല്ലോ. റോഡിലൂടെ അല്ല, ഗ്രൗണ്ടിൻ്റെ സൈഡിൽ അവിടുന്ന് കിട്ടിയെടുത്ത് വലിച്ച് ഞാൻ നിലത്ത് വീണെടുത്ത് തന്നെ വലിച്ചത്. തൻബിയുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തരത്തിൽ പുറത്തു നിന്നുള്ളവരുടെ ഇടപെടൽ സർവ്വസാധാരണമായിട്ടും സ്കൂൾ അധികൃതർ ഒത്താശ ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. വിദ്യാർത്ഥികൾ അതിരുകടക്കുമ്പോൾ നിയന്ത്രിക്കാൻ തൻബിയുലിലെ അധ്യാപകർക്ക് സാധിക്കുന്നില്ലേ? ഇത്തരത്തിലുള്ള ആക്രമങ്ങൾ പുറത്തുനിന്നുണ്ടാകുമ്പോൾ അധ്യാപകർ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് പല സമയങ്ങളിലും കാണാറുള്ളത്. അക്രമത്തിൽ പരിക്കേറ്റ നൗമാനെയും സുഫൈലിനെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തന്നെ തല്ലിയവരിൽ പുറത്തുനിന്ന് വന്ന 5ഓളം യുവാക്കൾ ഉണ്ടായിരുന്നുവെന്ന് സുഫൈൽ പബ്ലിക് കേരളയോട് പറഞ്ഞു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാസർഗോട്ടെ പല വിദ്യാലയങ്ങളിലും സർവ്വസാധാരണമായിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാൻ അധ്യാപകരുണ്ടാകുമ്പോൾ സ്കൂൾ കോമ്പൗണ്ടിന് അകത്ത് കയറി വന്നുള്ള നാട്ടുകാരുടെ ഈ പ്രവൃത്തി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെയ്തികൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.